മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഹലോ സുഹൃത്തുക്കളെ, പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മളിന്ന് പുതിയൊരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ പട്ടിയാർ ബംഗ്ലാവിലേക്കാണ് യാത്ര. അപ്പോൾ ഞങ്ങൾ പട്ടിയാർ ബംഗ്ലാവ് ശിരുവാണി, പാലക്കാട് ശിരുവാണിയിലുള്ള പട്ടിയാർ ബംഗ്ലാവിലേക്ക് ഉള്ള യാത്രക്കിടെ ഇന്ന് നമ്മളിവിടെ ശിരുവാണി വൈൽഡ് വാദി റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് വൈൽഡ് വാദി റിസോർട്ടിനെ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് നാളെയാണ് നമ്മൾ പട്ടിയാർ ബംഗ്ലാവിലേക്ക് പോകുന്നത്. നല്ല കാറ്റാണ് ഇവിടെ. വൈൽഡ് വാദി റിസോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലുള്ള 10 കോട്ടേജുകൾ അടങ്ങുന്ന ഒരു റിസോർട്ടാണ്. പിന്നെ ഒരു 11ാമത്തെ കോട്ടേജ് ഡബിളാണ്, 2 കൂടിയിട്ടുള്ളതാണ്, ഡബിൾ കോട്ടേജ്. ഞങ്ങൾ വന്ന വണ്ടി, ഞങ്ങളൊരു 5-6 പേരായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ വന്ന വണ്ടി, സൈലോ, നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത്തിമരങ്ങളാൽ തണൽ വിരിച്ച് നിൽക്കുന്ന വൈൽഡ് വാദി റിസോർട്ട്. തൽക്കാലം ഇന്ന് വൈകിട്ട് വരെ ഇവിടെ, ഇന്ന് രാത്രി ഇവിടെയാണ് അന്തിയുറക്കം. ശരിക്കും വളരെ എന്തായിരിക്കും മനോഹരമായൊരു വ്യൂ ആണ്. അഗസ്റ്റിൻ ഭായിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ് വൈകുന്നേരത്തേക്ക്. അഗസ്റ്റിൻ ഭായിയോടൊപ്പം രാജീവ് ഭായ് ഉണ്ട്, ചാക്കോച്ചാട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്, അതായത് പ്രസാദ് ഭായ്. വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഇവിടുന്ന്. നമ്മുടെ ഇതിൻ്റെ റെസ്റ്റോറൻ്റാണ്, വൈൽഡ് വാദിയുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. പിറകിൽ തന്നെ അതിൻ്റെ കിച്ചണുണ്ട്. കാറ്റ് ഇങ്ങനെ ഈ മലഞ്ചെരുവ് വഴി ഇങ്ങനെ കയറി വരുന്നത് ശരിക്ക് ആസ്വദിച്ചിരിക്കാം. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ വ്യൂ അല്ല. എന്താ വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ എൻജിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷം. ഇതിന് ഫുൾ വർക്ക് കഴിയുന്നതുവരെ ഇതിൻ്റെ പ്രൊജക്റ്റ് എൻജിനീയറായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വന്നവർക്കൊക്കെ ഇത് അഗസ്റ്റിൻ ഭായ് രണ്ടാമത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. പിന്നെയുള്ളവർക്കൊക്കെ ഇതൊരു പുതുമയാണ്. വിനീഷ് വന്നിട്ടുണ്ട് ഇതിൽ. വിനീഷും ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി ഈ വ്യൂ കാണുന്നവർക്കൊക്കെ ഒരു പുതുമയാണ്. തീർച്ചയായിട്ടും മഴക്കാലമാണ് ഇവിടെ സീസൺ. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ജൂലൈ മാസം അവസാനമാണ്. നല്ല മഴയും മഞ്ഞും ഒക്കെയുള്ള നല്ല സീസണാണ്. ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ സീസൺ വേണം തിരഞ്ഞെടുക്കാൻ. അതായത് ജൂൺ ടു ജനുവരിയാണ് ഇവിടുത്തെ സീസൺ. അപ്പോൾ ഞങ്ങളുടെ കോട്ടേജ് നമ്പർ 4 ആണ്. അവിടെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. കിച്ചൺ നമുക്ക് കിട്ടും. ഇവർ വേണമെങ്കിൽ ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ അവർ ചെറിയൊരു ചാർജ് കൊടുത്താൽ മതി, ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ഈ മലമടക്കിലെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുറച്ച് ദൂരങ്ങൾ നടന്നു വരാവുന്ന ദൂരത്ത് ഇവിടെ സ്ലിപ്പ് ലൈനും സ്വിംഗ് ലൈനും ഒക്കെയുള്ള പ്ലാനും നെറ്റും ടയർ ചാട്ടവും നെറ്റുമ്മ കയറിപ്പോലും അപ്പുറത്തേക്ക് മുറിയിലൊക്കെ ആയിട്ടുള്ള മറ്റേ അഡ്വഞ്ചറസ് ഗെയിമുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കപ്പാടുകളും ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തുടങ്ങി വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കൊറോണ ടൈമിൽ അത് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ ഇതിലൊന്നും വർക്കിംഗ് അല്ല. ഇതിലൊക്കെ കുറച്ചും കൂടി വർക്കുകൾ കഴിയാനുണ്ട്.
അതുകൊണ്ട് ഇതിങ്ങനെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വഞ്ചറസ് ഗെയിമുകൾക്കുള്ള ഒരു രണ്ടും നമുക്ക് റിസോർട്ട്, സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ഗെയിമുകളും എല്ലാം കൂടി ഒന്നും കൂടി അടിപൊളിയായി മാറും. ഇപ്പോൾ ഏകദേശം ഒരു 6:30 സമയമായി. കോടമഞ്ഞ് വന്നിങ്ങനെ മേഘങ്ങൾ മലേനെ ചുംബിക്കുന്ന ദൃശ്യം ഇവിടെ എപ്പോഴും കാണാം. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. ഇവിടെ നമ്മുടെ വാക്ക്വേയിൽ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകളും ചെറിയ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. ആ കാണുന്ന ഒരു ഞാവൽ മരമാണ്. ഞാവൽ മരത്തിന് മുന്നിലായിട്ടാണ് ഡബിൾ കോട്ടേജ്. അതൊരു ഫാമിലി വന്ന് കഴിഞ്ഞാൽ 8 പേർക്കോ ഒരു 10 പേർക്കോ ഒക്കെ താമസിക്കാവുന്ന 2 ബെഡ്റൂമുള്ളൊരു കോട്ടേജാണ്. സായന്തനം ചന്ദ്രികാലോലമായി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഈ ഒരു കാറ്റും ഒരു 6:30 സമയവും തണുപ്പും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഈ ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞ് വരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു 7-7:15 ആയപ്പോൾ തന്നെ കോടമഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. ഞങ്ങൾ അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് പേര് റൂമിൽ പോയി. എന്താല്ലേ ശരിക്കും ഇങ്ങനൊരു മേഘത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെയൊക്കെയാണ്. ഇപ്പോൾ പുറമെ നോക്കിയാൽ കാണില്ല, ഈ ലൈറ്റ് മാത്രമേ കാണുള്ളൂ അകലത്തേക്കൊക്കെ. ഭയങ്കര തണുവാണ് കേട്ടോ. മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാം. മഴയും മഞ്ഞും കൂടിയുള്ള ഒരു കോമ്പിനേഷനായിരുന്നു വൈകിട്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഭയങ്കര അനുഭവമാട്ടോ. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം നമ്മൾ വൈൽഡ് വാദിയിൽ നിന്ന് തിരിക്കുകയായി. നമ്മളിനി അടുത്ത ലക്ഷ്യം പട്ടിയാർ ബംഗ്ലാവാണ്. ഞാൻ വൈൽഡ് വാദി ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ. വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. 4000 രൂപയാണ് ഒരു കോട്ടേജിൻ്റെ റെൻറ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കിച്ചൺ ഉപയോഗിക്കാം, കുക്ക് ചെയ്യാം. ഡബിൾ കോട്ടേജ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അതുകളൊക്കെ ആയിട്ട് നല്ല സർവീസാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ചെക്ക് പോസ്റ്റും കടന്ന് ഞങ്ങൾ പ്രത്യേക പെർമിഷൻ, DFIയുടെ പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പട്ടിയാർ ബംഗ്ലാവിലേക്ക് പോകുന്നത്. എളുപ്പമല്ല അവിടെ ആൾക്കാർക്ക് അങ്ങനെ പെർമിഷൻ കിട്ടാൻ. ഫോറസ്റ്റിൻ്റെ പ്രത്യേക പെർമിഷൻ വേണം. വഴിയൊക്കെ ഇതുപോലെ മനോഹരമാണ്. ഏകദേശം 16 കിലോമീറ്റർ പോയി ഞങ്ങളങ്ങനെ അവസാനം പട്ടിയാർ ബംഗ്ലാവിലേക്ക് പ്രവേശിച്ചു. പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രം ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം, അതും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാവരും തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. പഴയ ശിരുവാണി ഡാം നിർമ്മിക്കുന്ന സമയത്ത് സായിപ്പ് ബ്രിട്ടീഷ് മാതൃകയിലും കേരളീയ മാതൃകയിലും കൂടി നിർമ്മിച്ച ഈ ബംഗ്ലാവ് പട്ടിയാർ ബംഗ്ലാവ് എന്നും അതുപോലെ തന്നെ കരടി ബംഗ്ലാവ് എന്നൊക്കെ അതിന് പേരുണ്ട്. ഒരു കരടി ഇതിന് ചുറ്റുപാട് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പണ്ട്. അതിൻ്റെ കോലായിലിരുന്നുള്ള വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, എന്താല വ്യൂ. ആ കാണുന്നത് ശിരുവാണി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്. അതിൻ്റെ അപ്പുറം കരിമലയാണ്. ആ കാണുന്ന മലയിലാണ് 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു എയർക്രാഫ്റ്റ് വീഴുകയും അതിൽ പിന്നീട് 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ഇതായിരുന്നത്. യുദ്ധത്തിലുണ്ടായിരുന്ന ഏതോ സൈനികരുടെ ഇതായിരുന്നു. അതിൻ്റെ അവശിഷ്ടം ഇപ്പോഴും അവിടെയുണ്ട് എന്നാണ് പറയുന്നത്. എൻജിൻ്റെ പാർട്സൊക്കെ, ബാക്കിയൊക്കെ ഓരോരുത്തരൊക്കെ അവിടെ നിന്ന് പോയവരൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി ക്ഷയിച്ചു പോയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഗസ്റ്റിൻ ചേട്ടൻ ഇരിക്കുകയാണ്. അഗസ്റ്റിൻ ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണം, ഒരു ദിവസം ഇവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ആളതിൻ്റെ ഒരു സംതൃപ്തിയിൽ കോലായിലങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ ചമ്മണം പടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുള്ളായിട്ട് ആ തണുപ്പും മഴയും ആ വ്യൂവും. ചുറ്റും ആന ട്രഞ്ച് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല.
ഇതിന് ചുറ്റും വൈദ്യുത വേലിയുണ്ട്. ആന കിടക്കാതിരിക്കാനുള്ള ട്രെഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടം കരിമലയിലുള്ളതാണ്. അതിനെയാണ് ഈ മുത്തിയുടെ കുളം, ഒരു പാർവതിയുടെ കുളം ഉണ്ടെന്ന് പറയുക ആ മലയുടെ മുകളിൽ. മുത്തിക്കുളം മൗണ്ടൻസ് എന്നാണ് ഈ ശിരുവാണി മലനിരകളൊക്കെ പറയുന്നത്. നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പട്ടിയാർ ബംഗ്ലാവ്. ശരിക്ക് ഉള്ളിലും നല്ല റൂമും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ പട്ടിയാർ ബംഗ്ലാവിൽ നിന്ന് അന്നത്തെ സ്റ്റേ കഴിഞ്ഞ് മടങ്ങുന്ന വഴി ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാം വഴിയാണ് മടങ്ങിയത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകി ഷട്ടറുകളൊക്കെ തുറന്ന് സുന്ദരിയായി നിൽക്കുകയാണ് കാഞ്ഞിരപ്പുഴ ഡാം. ശരിക്കും കാഞ്ഞിരപ്പുഴ വളരെ കാച്ച്മെൻ്റ് ഏരിയ കൂടിയ വലിയ ഡാമാണ്. ഇവിടെ നിന്നുള്ള ഒരു നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഇന്ന് മീൻ പിടിക്കുന്നവരുണ്ട് അവിടെ. ഞങ്ങളപ്പോൾ ഒരുമിച്ച് അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി അടുത്ത പോയിന്റിലേക്ക് നീങ്ങി. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം വ്യൂ പോയിന്റ്. മറ്റേത് അതിൻ്റെ സ്പിൽവേ പോയിന്റ് ആയിരുന്നു നേരത്തെ ഞങ്ങൾ നിർത്തിയത്. ഇത് ഡാം സൈറ്റിലേക്കുള്ള വ്യൂ പോയിൻ്റാണ്. ഇത് ശരിക്കൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്, കൈവരിയൊക്കെ ആയിട്ട്. നല്ല കാച്ച്മെൻ്റ് ഏരിയ ഉള്ള ഡാമാണ്. ആ കാണുന്ന മലയിലാണ് ഞങ്ങൾ ഈ ശിരുവാണി വൈൽഡ് വാദി റിസോർട്ട്. ആ കാണുന്ന മലയിൽ ആദ്യത്തെ മലയിലാണ്, അതിൻ്റെ മേലെയാണ്, മണ്ടയിലാണ് ശിരുവാണി വൈൽഡ് വാദി റിസോർട്ട്. ഞങ്ങൾ മിനിഞ്ഞാന്ന് സ്പെൻഡ് ചെയ്ത റിസോർട്ട്. പിന്നെ ഇന്നലെ നമ്മൾ പട്ടിയാറിലായിരുന്നു. അങ്ങനെ ഇന്ന് കാലത്ത് തന്നെ നമ്മൾ തിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. അതൊരു ചർച്ച് ഉണ്ട് ഇവിടെ, ഈ വ്യൂ പോയിൻറ്റിൻ്റെ ബാക്കിലൊരു RC ചർച്ച്. അതിൻ്റെ അപ്പുറത്ത് വാക്കോടൻ മല കാണാം. വാക്കോടൻ മല ഇവിടെ വരുന്നവരൊക്കെ സ്വാഗതം ചെയ്ത് യാത്ര അയച്ച് ഇങ്ങനെ ഒരു പാറയാണത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ.